എവിടെ കിഴക്കും പാട്ട് വീട്? പിന്നെ ആളില്ലാത്ത മണിയാറുണ്ടെങ്കിൽ തന്നേക്കണേ. ഓഹോ, നാട്ടിൽ ആളില്ലാത്തവരെ ഏറ്റെടുക്കാൻ ഇറങ്ങിയിരിക്കാതാണ്. എന്നാലേ ആളില്ലാതുണ്ടായ ഒരു ഗർഭമുണ്ട്. എന്താ നോക്കുന്നോ? അല്ല, ഈ കിഴക്കും പാട്ട് ശ്രീനിവാസൻ ആളെ എവിടെ കിട്ടും? എന്താണാവോ? അയാൾക്കൊരു ടെലഗ്രാം ഉണ്ട്. കമ്പിയേ കമ്പി. പിന്നെ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാ? ഇയാള് കാണിച്ചു ഒന്നുമില്ലല്ലോ. ഒന്നു അല്ല, ഈ കിഴക്കുംപാട്ട ശ്രീനിക്ക് കമ്പി വരണമെങ്കിലേ അയാളുടെ ബന്ധത്തിൽ ആരാ മരിക്കാനുള്ളത്? അത് ശ്രീനിവാസന്റെ അച്ഛന്റെ വീട്ടിൽ പ്രായമായവരുണ്ട്. നമുക്ക് കിഴക്കുംപാട്ടിൽ പോയാലോ? കിഴക്കുംപാട്ട് ശ്രീനിക്കൊരു കമ്പി, അങ്ങോട്ട് പോവാ. ഇവിടെ ആരും ഇല്ലേ? ശ്രീനിവാസനുണ്ടോ? എന്താ? നിങ്ങളാണോ ശ്രീനിവാസൻ? അല്ല, ഞാൻ അയാളുടെ അമ്മാവനാ. എന്താ കാര്യം? അയാൾക്കൊരു ടെലഗ്രാം ഉണ്ട്. ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങണം. എന്താ ശിവൻകുട്ടി? ചേച്ചി, ശ്രീനിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിരിക്കണം. മറ്റന്നാൾ ഫിസിക്കൽ ടെസ്റ്റിന് ചെല്ലണം. ഹാവോ, എന്താ ഭഗവതി. എന്നാ പിന്നെ ഞാനും കൂടെ ഇറങ്ങട്ടെ. ശിവൻകുട്ടി, ചേച്ചി, ശ്രീനി എവിടെ പോയി? കാലത്തെ ഇറങ്ങിയതാ. പക്ഷേ നീ ആ കളപ്പരല്ലെന്ന് നോക്ക്. ശരിയമ്മേ, അവിടെ കാണുമോ എന്തോ. ഇനി അങ്ങാടിയിലെങ്ങാനും. ചേച്ചി, ആ കുടഞ്ഞെടുത്തേ, ഞാൻ നോക്കിട്ട് വരാം. ആ, എന്താ കുഞ്ഞെ, ശ്രീനിയൻ ഇവിടെ വന്നായിരുന്നോ? ഇല്ലല്ലോ, എന്താ കാര്യം? ശ്രീനിയന്റെ ജോലി കിട്ടി. എങ്ങോട്ടാ പ്രശ്നം സാറേ? ധൃതിയില്ലേ? ശ്രീനിക്ക് ജോലി കിട്ടി. ബിയാത്തു, എന്താ ഇത് ധൃതിപ്പെട്ട്? ശ്രീനി ഇങ്ങോട്ട് വന്നോ? രാവിലെ അവനും ഇവിടുത്തെ നാസറും കൂടി പോണതുണ്ടല്ലോ. എന്താ വിശേഷം? ശ്രീനിക്ക് ജോലി കിട്ടി, മറ്റന്നാ ചെല്ലണം. രക്ഷപ്പെട്ടു. ഇങ്ങനെ വിളി പഠിച്ചോ കേട്ടു. ഇന്ന് രാവിലെ ആ കമ്പിയും കൊണ്ട് ആള് വന്നത്. ഓ, ഭാഗ്യമായി. അല്ല, ശ്രീനിവാസന് ജോലി കിട്ടിയെന്ന് കേട്ടല്ലോ. അവനെ അന്വേഷിച്ചാ ഞാൻ ഇറങ്ങിയത്, കണ്ടായിരുന്നോ? ആവണി പാടത്തിന് അവിടെ അങ്ങോട്ട് നാടമുണ്ടെന്ന് പറഞ്ഞു. തോൽവി, വീണ്ടും തോൽവി. ഇത്തവണ യുധിഷ്ഠിരൻ തോറ്റു. അയ്യോ, ഇപ്പോൾ പഞ്ചപാണ്ഡവർക്ക് പുറമെ ധർമ്മപത്നി പാഞ്ചാലിയും ഈ ദുര്യോധന് പണയപ്പെട്ട് കഴിഞ്ഞു. കംപ്ലീറ്റ് എല്ലാ സ്വത്തുക്കളും എനിക്ക്. നീ എന്ത് പോക്കിത്തോടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നീ ആണ് ജോസഫ് പ്രകാശൻ ഇംഗ്ലീഷ് ഡയലോഗ് വാങ്ങിച്ചാൽ. അയ്യോ, അതെനിക്കൊരു അബദ്ധം പറ്റിയ, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലേ. അഡ്ജസ്റ്റ് ചെയ്താ അടുത്ത രംഗം തുടങ്ങാറായി. ബാബാ, ഹലോ കലാപ്രേമികളെ, സഹൃദയരെ, അടുത്തൊരു രംഗത്തോടെ പഞ്ചമി തിയേറ്റേഴ്സ് കല്ലൂപ്പാറയുടെ പുണ്യപുരാണ നാടകമായ വസ്ത്രാക്ഷേപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന സംഘാടകരോടും നല്ലവരായ നാട്ടുകാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനി ഈ എളിയ കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ദുര്യോധനൻ, നാസർ, അതിലുള്ള പറമ്പിൽ; ദുശാസനൻ, ഉന്നത്തോടിൽ മണിയമ്പിള്ള; ശകുനി, വാസുദേവ് വാഗോളിത്താഴം; ധർമ്മപുത്രർ, തൊടിയിൽ കൃഷ്ണൻകുട്ടി; അർജുനൻ, പ്രദീപ് കുമാർ CM; പാഞ്ചാലി, കുമാരി വിലാസനി. ഇനി ഈ നാടകത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംഗീതം എന്നിവ തയ്യാറാക്കി നാടകം സംവിധാനം ചെയ്യുകയും പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രീനിവാസൻ കിഴക്കുംപാട്ട്. ഈ നാടകത്തിന്റെ അവസാന രംഗം ആരംഭിക്കുകയാണ്. ദയവായി എല്ലാവരും നിശബ്ദരായിരിക്കുക. നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ ഈ അടിമകളെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും അനുശാസനം. നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ പാഞ്ചാലിയെ ഈ സ്റ്റേജിന്റെ ഈ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവരൂ.
ശ്രീനി മൊത്തം 5 സാരി ഉള്ളൂ. 4ാമത്തെ സാരി ആയിരിക്കും നീ പ്രത്യക്ഷപ്പെടണം. ഏറ്റവും പറഞ്ഞില്ലേ മൊത്തം 5 അല്ലെ 4 കഴിക്കുമ്പോ ഞാൻ അവിടെ എത്തിയിരിക്കും. ഏറ്റല്ലോ വേഗം ചെല്ല് ചെല്ല്. നീ ഞാൻ അടിമയാണ്. ഇവിടെ വരൂ. മട്ടുടെ ആളുകൾ അഴിച്ചു മാറ്റൂ ദുശാസന. ദുശാസന, അയ്യാജോ. എന്റെ രക്തം തിളയ്ക്കുന്നു. അമ്മാവനോ? അമ്മാവൻ ഞാൻ കയറാറായി. അമ്മാവന് മുമ്പിൽ നിന്ന് സുഖമായിട്ട് കാണാം. നാണം കെട്ടാൻ എന്നിട്ട് നാടകം നടക്കാൻ വിട്ടോട്ടെ. അയ്യോ ദാ വരുന്നു. സാരി അഴിക്കുക, ഞാൻ കയറേണ്ട സമയമായി. കണ്ട പെണ്ണുങ്ങളുടെ സാരി അയക്കുന്നവർ നിനക്കെന്താ കാര്യം? അയ്യോ ഞാൻ ചെന്നില്ലെങ്കിൽ സാരി അഴിയും. അഴിഞ്ഞ എല്ലാം പുറത്താവും. പുറത്താവട്ടെ. ആകെ ചളവും. ഇങ്ങോട്ട് വരാൻ. അയ്യോ, അമ്മാവന്റെ ഒരു നാടകം കളി. സാരി അഴിക്കില്ലേ? ഇതൊന്നും കഴിയോട്ടെ. കൃഷ്ണരവിടെ. കഴിഞ്ഞ തവണ നാടകം എന്ന് പറഞ്ഞു പോയപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്? ഇല്ലേ? പിന്നെ നീ പോയെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ വാക്കിന് അത്രയേ നീ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് അല്ലേ? അതവിടെ നിൽക്കട്ടെ. മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യണം. എന്താ? അല്ല പോലീസ് എന്നൊക്കെ പറയുമ്പോ കുറച്ചിലുണ്ടോ? നിന്റെ വിദ്യാഭ്യാസത്തിന് ഐജിയുടെ ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ. എന്നാലും വേറെന്തെങ്കിലും ഒരു ജോലി. പിന്നെന്തിനാ ടെസ്റ്റ് എഴുതിയത്? അത് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ കോപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാർക്ക് പണി അമ്മാവൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് കിട്ടും. എന്നാ പിന്നെ നാട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാലോ. ഈ ജന്മത്ത് ഞാൻ ശുപാർശ ചെയ്തിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് കരുതണ്ട. സ്വപ്രയത്നം കൊണ്ട് കിട്ടിയിട്ട് പോയാ മതി. സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്കൊരു ജോലിയൊക്കെ കിട്ടും. അമ്മാവൻ അനുവാദം തന്നാ മതി. എന്താ അത്? പറ. KPSCയിലോ സൂര്യസോമയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ നാടക കമ്പനിയിൽ ഒരു നടനായി ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല, അത്യാവശ്യം പൈസയും കിട്ടും. പിന്നെ മനസ്സുകൊണ്ട് എനിക്കും അതാ താല്പര്യം. എന്റെ അനുവാദത്തോടെ നീ ഒരു നാടകക്കാരനാവുമെന്ന് കരുതണ്ട. നീ എന്റെ വാക്ക് കാര്യമാക്കുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ആയിക്കോ. എനിക്കെന്തെങ്കിലും പറ്റി വീണുപോയാ ഈ കുടുംബം നോക്കണ്ട നീയാ. നിനക്ക് താഴെ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ കാര്യം കൂടെ ഓർത്തിട്ട് എന്താ വെച്ചാ ചെയ്തോ. അമ്മേ ശിവൻകുട്ടി പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. ഗുണദോഷിക്കാൻ അച്ഛന്റെ സ്ഥാനത്ത് അവനല്ലേ ഉള്ളൂ. പിന്നെ പീഡിനം വീട്ടുകാരെ മറന്നു നടക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കോ. ചേട്ടാ നല്ല സ്റ്റൈലായിരിക്കും ചേട്ടാ. കോപ്പട മീശയൊക്കെ വെച്ച് ശ്രീനി പോലീസ്. എനിക്ക് പറയാനൊരു ഗമയാ. ഒന്ന് സമ്മതിക്കേട്ടാ. ഒരുമാതിരി കിന്നാരവും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നോണ്ടല്ലോ. ചൊറിഞ്ഞു കയറുന്നില്ല എനിക്ക്. ഓടി വരുന്നു. ഓ ഞാൻ പോവാ.